അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഹദീസ് ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ തആല ഫീഹി വലം യുസല്ലു അലാ നബിയിഹിം ഫീഹി ഇല്ലാ കാന അലൈഹിം തിറഹ് ഫഇൻ ശാഅ അദ്ദബഹും വഇൻ ശാഅ ഗഫറ ലഹും. നബി തങ്ങൾ പറയുന്നത്, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ തആല ഫീഹി, ഒരു ടീമും അല്ലാഹുവിന് ദിക്ർ ചൊല്ലാതെ, അള്ളാഹുവിന്റെ പേര് പറയാതെ ഒരു സദസ്സിലും ഇരിക്കുന്നതല്ല. വലം യുസല്ലു അലാ നബിയിഹിം ഫീഹി, ആ സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെയും ഒരു സദസ്സിലും ഇരിക്കുന്നതല്ല. ഇല്ലാ കാന അലൈഹിം തിറത്തുൻ, ആ സദസ്സ് അവരുടെ മേൽ, ആ കാര്യം അവരുടെ മേൽ ഒരു ന്യൂനതയായിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ, ഏതൊരു സദസ്സിൽ ഇരിക്കുമ്പോഴും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനെ കുറിച്ച് പറയുകയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും വേണം. ഇത് രണ്ടുമില്ലാത്ത സദസ്സുകൾ അവർക്കൊരു വലിയ ന്യൂനതയാണ്. ആ സദസ്സ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകില്ല എന്ന് പറഞ്ഞ്, സ്വീകാര്യമാകില്ലെന്ന് മാത്രമല്ല, അതൊരു ന്യൂനതയായിട്ട് അവരുടെ അക്കൗണ്ടിൽ കിടക്കുകയും ചെയ്യും. ഫഇൻ ശാഅ അദ്ദബഹും, അള്ളാഹു താല ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. വഇൻ ശാഅ ഗഫറ ലഹും, അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ശിക്ഷ കിട്ടാനും പൊറുക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നതാണ്. സാധാരണഗതിയിൽ SSFന്റെ മീറ്റിങ്ങുകളിൽ നമ്മൾ അത് ശീലിച്ചിട്ടുണ്ട്. ഒരു മീറ്റിംഗ് പിരിച്ചുവിടുമ്പോ 3 സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിച്ചുവിടുന്നത് പണ്ട് മുതലേ ശീലിച്ചു വന്നിട്ടുണ്ട്, അത് നടക്കുന്നുണ്ട്. എന്നാൽ മറ്റു വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും കൂടിച്ചേരുമ്പോൾ, അത് ഫാമിലി മാറ്ററുകളാണെങ്കിലും കമ്പനി ആവശ്യങ്ങളാണെങ്കിലും വേറെ വല്ല കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മളൊരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ ഒരു പക്ഷേ അവിടെ കൂടിയ മറ്റുള്ളവർ അത്തരം വിഷയങ്ങൾക്ക് താല്പര്യമുള്ളവരായിക്കൊള്ളണമെന്നില്ല. അവര് അമുസ്ലിങ്ങളോ മറ്റോ ആയത് കാരണം അവിടെ സ്വലാത്തോ അള്ളാഹുവിന്റെ പേരോ പരാമർശിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല, കാരണം കമ്പനി കാര്യങ്ങളോ മറ്റൊക്കെ ആകുമ്പോൾ. എന്നാൽ നമ്മൾ അവിടെ ഉണ്ടാകുമ്പോൾ, നമ്മൾ ആ സദസ്സിൽ നിന്ന് പോരുന്നതിന്റെ മുമ്പ്, അത് അവര് കേൾക്കുകയാണെങ്കിലും അല്ലെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയും അള്ളാഹുവിന്റെ പേരിൽ ഒരു ദിക്ർ ചൊല്ലുക, അള്ളാഹുവിന്റെ പേര് പറയുകയും ചെയ്യുക. ഇങ്ങനെ ഒരു സദസ്സിലും ചെയ്യാതെ ഇരുന്നാൽ നമുക്കതൊരു ന്യൂനതയായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അത് കിടക്കും. അതുകൊണ്ട് ഏത് സദസ്സിൽ പങ്കെടുത്താലും, ഏത് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും, ആര് എവിടെ ഏത് മജ്ലിസിൽ ഇരുന്നാലും അവിടുന്ന് എഴുന്നേറ്റ് പോരുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഒരു ദിക്ർ, അതേപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലൊരു സ്വലാത്ത്, ഇതില്ലാതെ ആ സദസ്സിൽ നിന്ന് പോരരുത്. അങ്ങനെ പോന്നാൽ നമുക്കതൊരിക്കലും നികത്തപ്പെടാൻ പറ്റാത്തൊരു വീഴ്ചയായിട്ട്, ന്യൂനതയായിട്ട് അത് അവിടെ തന്നെ കിടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത, ദിക്ർ ചൊല്ലാത്ത ഒരു മജ്ലിസും നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാഹു തആല നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.